നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. കോട്ടക്കലിൽ വെച്ച് ബൈക്കിൽ നിന്നും വീണ് ടോറസ് ലോറി കാലിൽ കയറി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ചു. കുറ്റിപ്പുറം കോളേക്കാട് സ്വദേശിനി സിത്താരയാണ് മരിച്ചത്. ചുങ്കത്തറയിൽ റബ്ബർ വെട്ടു തൊഴിലാളി കുഴഞ്ഞു വീണു മരിച്ചു. റബ്ബർ വെട്ടുന്നതിനായി തോട്ടത്തിൽ പോയതായിരുന്നു. സഹപ്രവർത്തകർ നോക്കുമ്പോൾ വീണ് കിടക്കുന്നതാണ് കണ്ടത്. ഉടൻ ചുങ്കത്തറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാഴ്ചശക്തിയില്ലാത്ത കുടുംബത്തിന്റെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി നൽകി. ഏറനാട് താലൂക്ക് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ നെല്ലിക്കുത്ത് ചക്കിപ്പറമ്പൻ ഫസ്ല, ഭർത്താവ് തൻസീർ എന്നിവരുടെ റേഷൻ കാർഡാണ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി നൽകിയത്. നവീകരണം നടക്കുന്ന ദേശീയപാത കൊളപ്പുറത്തിനും കൂരിയാടിനുമിടയിൽ കുറ്റൂർ വയലോരത്ത് കുറ്റിക്കാടിനു തീപിടിച്ചു. തെങ്ങും മുറിച്ചിട്ട മരങ്ങളും കത്തി നശിച്ചു. മലയാളി യുവതിയെ ഡൽഹിയിൽ വെച്ച് ലഹരി നൽകി പീഡിപ്പിച്ച കേസിൽ തൃപ്രങ്ങോട് പെരുന്തല്ലൂർ സ്വദേശിയായ യുവാവിനെ ഡൽഹി പോലീസ് സ്ഥലത്തെത്തി അറസ്റ്റ് ചെയ്തു. പെരുന്തല്ലൂർ വീര്യത്തുംപറമ്പിൽ സിറാജുദ്ദീനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഡൽഹിയിൽ പഠിക്കുകയായിരുന്ന യുവതിക്കു നേരെ ലൈംഗിക അതിക്രമമുണ്ടായത്. ഓടിക്കൊണ്ടിരിക്കുന്ന കാർ തീപിടിച്ച് കത്തി നശിച്ചു. യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ രക്ഷപ്പെട്ടു. നിലമ്പൂർ നായാടംപൊയിൽ റോഡിൽ എസ് വളവിന് 1/2 കിലോമീറ്റർ മുൻപാണ് അപകടമുണ്ടായത്. മങ്കട വെള്ളില പറക്കോട് പാലത്ത് മുഹമ്മദ് സലീലിന്റേതാണ് കാറ്. വള്ളിക്കുന്ന് ആനങ്ങാടി റെയിൽവേ ഗേറ്റിലെ ഗതാഗത കുരുക്ക് രൂക്ഷമായതും അപകട സാധ്യത വർദ്ധിച്ചതിനാലും മേൽപ്പാലം വേണമെന്ന ആവശ്യവുമായി റെയിൽവേയെ സമീപിക്കാൻ ഭരണസമിതി യോഗം തീരുമാനിച്ചു. ആംബുലൻസുകളും വിദ്യാർത്ഥികളും യാത്രക്കാരും ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി പോകുന്നത്. ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമായ മത്സ്യബന്ധന മേഖലയെ സഹായിക്കുന്നതിനു പകരം ഇന്ധന സബ്സിഡി പോലും ഇല്ലാതായതോടെ മത്സ്യബന്ധന മേഖല പ്രതിസന്ധിയിലാണ്. ഫിഷറീസ് വകുപ്പ് കടലിലെ അനാവശ്യമായ പരിശോധന നടത്തുന്നതായും ഭീമമായ തുക പിഴ ചുമത്തുന്നതായും ജില്ലയിലെ ബോട്ടുടമകൾ ആരോപിക്കുന്നു. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.